ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തുമ്പോൾ ഇനി നിർണായകം പോലീസ് റിപ്പോർട്ടാണ്. യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് എടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഹർജി. എന്നാൽ വേടന് വേണ്ടി ചില ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്പോഴും സജീവമാണ്. വേടനെ രക്ഷിച്ചെടുക്കാനാണ് ഇതെല്ലാം. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി വിധി നിർണായകമാണ്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പോലീസിന്റെ നിലപാട് തേടി. തന്നെ കേസിൽ പെടുത്തുമെന്ന് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഹർജിയിൽ വേടൻ പറയുന്നു. തന്റെ മാനേജർമാർക്ക് നിരന്തരം ഭീഷണി കോളുകൾ ലഭിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തി പണം നേടാനാണ് ഒരു ഗ്രൂപ്പിന്റെ ശ്രമം. എന്നാൽ ഈ ഗ്രൂപ്പിന് പരാതിക്കാരിയുമായി ബന്ധമുണ്ടോ എന്ന് വിശദീകരിച്ചിട്ടില്ല. പരാതിക്കാരി ആരാധിക എന്ന നിലയിൽ തന്നെ സമീപിച്ചിരുന്നു. അഭിപ്രായ വ്യത്യാസമാണ് പരാതിക്ക് പിന്നിലെ കാരണം. ബലാത്സംഗ കുറ്റവും പ്രത്യാഘാതങ്ങളും അറിയാവുന്നവരാണ് പരാതിക്കാരിയും താനുമെന്നും ജാമ്യാപേക്ഷയിലുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന ടാഗ് ലൈനിൽ രക്ഷപ്പെടാനാണ് വേടന്റെ ശ്രമം. തന്നെ അപകീർത്തിപ്പെടുത്താൻ ഒരു സംഘം ആളുകൾ നടത്തുന്ന സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് പരാതിയെന്ന് വേടന്റെ ഹർജിയിൽ പറയുന്നു. പീഡന പരാതി നൽകുമെന്ന ഭീഷണി സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കും മാനേജർക്കും ഫോണിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ് മാനഭംഗത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് വേടന്റെ ആവശ്യം. അതേസമയം യുവ ഡോക്ടറുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കും. പ്രാഥമിക അന്വേഷണങ്ങൾക്കും തെളിവ് ശേഖരണത്തിനും ശേഷം വേടനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. IPC 376, 376(2) തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് വേടൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. വേടനുമായുള്ള യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2021-23 കാലഘട്ടങ്ങളിലായി 5 തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് ഡോക്ടറായ യുവതിയുടെ മൊഴി. 2023 ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തുന്നു. തുടർന്ന് മാനസികമായി തകരുകയും ഡിപ്രഷനിലേക്ക് എത്തുകയും ചെയ്തു. പലപ്പോഴായി 31,000 രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അതിക്രൂരമായ പീഡന പരാതിയാണ് വേടനെതിരെ വന്നിരിക്കുന്നത്. യുവതി തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിൽ വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു റാപ്പറാണ് വേടൻ.